ഒരു ക്ലീശേ കഥനകഥ പറഞ്ഞിട്ടാവാം നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണക്കാരുടെ മക്കള് വളർന്ന് പഠിച്ച് അവരെ സ്വയം പ്രയത്നത്താൽ എന്തൊക്കെ നേടി അവർ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടമില്ലാത്ത വീട്ടുകാരും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടുകാർക്കും പൊതുവെ ഒരു പറച്ചിലുണ്ട്, അവളെ എങ്ങനെ ജനിച്ച് വളർന്നവളാന്ന്. നാട്ടുകാരെ പേടിച്ച് ജീവിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേൾവി ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ബ്രാൻഡഡ് ഷൂ പോലും മേടിക്കാറില്ല കേട്ടോ. കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായപ്പോൾ നമ്മൾ കുറേ മോട്ടിവേഷൻസും അതുപോലെ തന്നെ നമ്മൾ കുറേ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മളും അപ്ഡേറ്റഡ് ആയപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നല്ല ലൈഫ് ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇതുപോലെയൊക്കെയുള്ള ഒരു ഷൂ ഒക്കെ മേടിച്ചിടാനും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിന്റെ ഗുണങ്ങളും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ഒന്ന് സ്വയം ആസ്വദിക്കാനും നമ്മൾ പഠിച്ചത് കേട്ടോ. ഭൂമിയിൽ സെയിൽ വന്നപ്പോഴേ നമ്മുടെ ജിമ്മിലിടുന്ന ഷൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു കേട്ടോ. നമ്മളെ ഇന്ന് സ്വയം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമുക്ക് തന്നെ ഓരോ സംഭവങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ. നമുക്കൊരു പോസിറ്റീവ് എനർജിയും നമ്മൾ സമ്പാദിക്കുന്നു, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടാകുമ്പോൾ ജീവിതം കുറച്ചും കൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനൊരു പ്രചോദനം കൂടിയാണത്. 1000 രൂപയുടെ ഒരു ഷൂ മേടിച്ചിട്ട് 6 മാസം ഇടുന്നതിനേക്കാളും നല്ലത് ഒരു 3000 രൂപയുടെ ഷൂ മേടിച്ചിട്ട് 5 കൊല്ലം ഇടുന്നതല്ലേ. ചിന്തിക്കുമ്പോൾ നമ്മളെ ആ വഴിക്കും കൂടെ ചിന്തിക്കണമെന്നേ. അങ്ങനെ ഇക്കയുടെ കയ്യിൽ നിന്ന് മീനൊക്കെ മേടിച്ച് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. ജിമ്മിന് പോകുന്നതും ജോഗിങ്ങിന് പോകുന്നതും ജിം വെയർ ഇടുന്നതും സ്ലീവ്ലെസ് ഇടുന്നത് പോലും ഞങ്ങളുടെ നാട്ടിലെ നോർമലൈസ് ആയത് ഈയിടെയാണ് കേട്ടോ. വേണമെങ്കിൽ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടുകാരെ പേടിച്ച് ഈവൻ വീട്ടിലുള്ളവർക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ പോലും അവര് നോ പറയുന്നത് പേടിച്ച് ഞങ്ങൾ പോലും ഇത് ഉപേക്ഷിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം മാറി, എല്ലാത്തിനും മാറ്റം വന്നു. മാറാത്തത് മാറ്റം മാത്രമാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. നമ്മൾ കുറച്ചും കൂടി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്ന ഒരു കാര്യമാണ്, കണ്ടില്ലേ അവള് വെളുത്ത് തുടുത്ത് ഒരു സുന്ദരി കോതിയായിരിക്കണം, അല്ലെങ്കിൽ കാശ് കയ്യിൽ വന്നപ്പോൾ കണ്ടില്ലേ മാറ്റങ്ങളെന്ന്. പക്ഷെ നമ്മൾ അതിന്റെ പിന്നിലെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തെല്ലാം രീതിയിൽ നമ്മൾ മാറിയെന്നറിയോ. സ്കിൻ കെയർ മാറി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ മാറി. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത്, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാശൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രകൃതിയിലേക്ക് മടങ്ങി പ്രകൃതി തരുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് റാഗിപ്പൂട്ടാണ് കേട്ടോ. കുറച്ച് റാഗിപ്പൊടി ഉപ്പിട്ട് കുഴച്ച് കുറച്ച് നാളികേരം കൂട്ടി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ. പിന്നെ ഈ ബീട്രൂട്ടിന്റെ ജ്യൂസും ബീട്രൂട്ടും നെല്ലിക്കും ഇഞ്ചിയും ചെറുനാരങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും ഒരു നെല്ലിക്കയും കൂടി ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോബസ്റ്റ് പഴം 2 മുട്ട പുഴുങ്ങിയതും. ഹെൽത്തിയാണ്, ഹെവിയാണ്, അടിപൊളിയാണ്. നമ്മളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മുടെ സാഹചര്യങ്ങളിൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ നന്മ പോലെ ഇരിക്കും കേട്ടോ. ജിമ്മിലൊക്കെ പോകുന്ന കാര്യം പണ്ട് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. കാശുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു ഇതെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. പിന്നെയല്ല മനസ്സിലായ ആരോഗ്യം നോക്കുന്നവരാണ് ഇതിന്റെ പുറകെ പോകുന്നത്. അപ്പൊ നമ്മളിൽ മാറ്റങ്ങൾ വരും. കാശായാലും ആരോഗ്യമായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പക്ഷെ ഹാർഡ് വർക്കിംഗ് ഈസ് ദി കീ.